വളരെ സിമ്പിളായ എന്നാൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യത്തിന് തന്നെ തുടങ്ങാൻ തോന്നണം. നാർസിസിസ്റ്റിക് പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരാൾ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എമ്പതി ഉണ്ടാവില്ല. ദേ സീക്ക് കോൺസ്റ്റൻറ്റ് വാലിഡേഷൻ. അവർക്ക് ചുറ്റുമുള്ള ഇമോഷണൽ എൻവയോൺമെൻറ്റിനെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ സട്ടിലായ യെറ്റ് ഡാമേജിങ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്നറിയോ? വലിയ ബഹളും സുക്കോൾ ഡ്രമാറ്റിക് ഫൈറ്റൊക്കെയാണോ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ തെറ്റി, ഒഴിവാക്കി കളയും. അങ്ങേയറ്റം കംഫർട്ട് മാത്രം ആവശ്യമുള്ള ആ മൊമെൻറ്റിൽ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നു കളയും. ഇൻ സൈക്കോളജി ഇറ്റ് ഈസ് നോൺ ആസ് എ ഡെത്ത് ബൈ 1000 cuts. നീ വളരെ സെൻസിറ്റീവാണ്, ഇതൊക്കെ നിൻ്റെ തോന്നലാണ്, ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഉണ്ടായി ഇവിടെ, അങ്ങനെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പോലെ അവർ നിങ്ങളുടെ വർത്തമാനത്തെ എല്ലാം വളച്ചൊടിച്ചു എന്ന് ഇരിക്കും. സത്യമായിട്ട് ഇതൊരു നോർമൽ കോൺഫ്ലിക്റ്റ് ഒന്നുമല്ല, ഇങ്ങനെയല്ല വഴക്ക് കൂടേണ്ടത്. ഇതിനൊരു പേരുണ്ട്, ഗ്യാസ് ലൈറ്റിംഗ്. പയ്യെ പയ്യെ ഈ ഗ്യാസ് ലൈറ്റിംഗ് റിയാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറും. ഇവിടെ നിങ്ങളല്ല പ്രശ്നത്തിൻ്റെ മെയിൻ കാരണം. നിങ്ങൾ ആ സിറ്റുവേഷനെ മിസ്ലീഡ് ചെയ്തിട്ടോ ഓവർ റിയാക്ട് ചെയ്തിട്ടോ ഇല്ല. ട്രസ്റ്റ് മീ, യു ഡിഡ്ന്റ് മേക്ക് തിങ്സ് അപ്പ്. നിങ്ങൾ അനുഭവിച്ചതൊക്കെ ഒരു നാർസിസിസ്റ്റിക് പാറ്റേൺ മാത്രമാണ്. കുറേ നാൾ നാർസിസിസ്റ്റിക് ക്യാരക്ടറുള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ സംതിങ് ഹാപ്പൻസ് ഇൻസൈഡ് യു. എന്താണെന്നറിയാം? യു സ്റ്റാർട്ട് ഡൗട്ടിങ് യുവർ സെൽഫ്. ഞാനാണോ ശരിക്കുള്ള പ്രശ്നം? എൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ? എൻ്റെ അടുത്താവുമ്പോൾ മാത്രം എന്താ അയാൾക്ക് സന്തോഷിക്കാൻ പറ്റാത്തത്? ഇങ്ങനെ അത് തലയിൽ കിടന്ന് ഈ ദിവസത്തെയും കഴിഞ്ഞ ദിവസത്തെയും കഴിഞ്ഞ മാസത്തെയും വർഷത്തെയും വരെ കാര്യങ്ങൾ ഇങ്ങനെ റീപ്ലേ മോഡിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പയ്യെ നിങ്ങളിലേക്ക് അങ്ങനെ ചുരുങ്ങിപ്പോവും. വർത്താനമൊക്കെ കുറയും. റിലേറ്റബിളായി തോന്നുന്നുണ്ടോ? ഇതെന്താ ഇങ്ങനെയെന്നാണ് ആലോചിക്കുന്നത്? അതെന്താണെന്നറിയോ? മറ്റൊരാളുടെ ഇമോഷണൽ ഡിസ്ഫങ്ഷൻ്റെ വേറൊരാളുടെ ഇമോഷൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. യു ആർ നോട്ട് വീക്ക്. മനസ്സ് റോങ് ഡയറക്ഷനിൽ ട്രെയിൻഡ് ആയതുകൊണ്ടാണ്. അതാണ് കൺഫ്യൂഷൻ. ഇങ്ങനെ റിയലായിട്ട് തോന്നുന്നതും ഇതൊക്കെ കൊണ്ടാണ്. ആളുകൾ പലതാണെങ്കിലും ഓരോ നാർസിസ്റ്റിക് റിലേഷനിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ലവ് ബോംബിങ്. ആദ്യമൊക്കെ യു ഫീൽ ദാറ്റ് യു ആർ ചൂസൺ, സീൻ ആൻഡ് ഹേർഡ്. യു ഫീൽ ലൈക്ക് യു ആർ സോ സ്പെഷ്യൽ. മേ ബി യു ആർ ദ ഓൺലി വൺ. കുറച്ചുകൂടെ മനസ്സിലാവണ പോലെ പറഞ്ഞാൽ, നിങ്ങളെ മനസ്സിലാവുന്ന ലോകത്ത് ഒരേ ഒരാൾ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റോ പ്രിൻസ് ട്രീറ്റ്മെൻറ്റോ ഒക്കെ തരും. ഇങ്ങനെ സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ചളയും. ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേജ്. ഇവിടെയാണ് നാർസിസ്റ്റിൻ്റെ പിടിവള്ളി. ദ സാഡസ്റ്റ് തിങ് ഇസ്, ഇത് തന്നെയാണ് ഒരു വിക്ടിമിനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാതിരിക്കാൻ പിടിച്ചു നിർത്തുന്നത്. ഡീവാലുവേഷൻ. ഇനി കഥ മാറും. ഇറ്റ്സ് എ സ്റ്റേജ് വെയർ വാംത് ഫേഡ്സ്. ദ സോ കോൾ കണക്ഷന് പകരം കുറ്റപ്പെടുത്തലുകൾ തലപൊക്കി തുടങ്ങും. അഫെക്ഷൻ ഇല്ലാതാവുന്നത് വിസിബിളായി ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോഴോ തുടക്കത്തിൽ കണ്ട ആളെ കാണാനേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി വന്നു തുടങ്ങും. ഡിസ്കാർഡ്. ദേ വിഡ്രോ യു ബ്രൂട്ടലി. യെസ്, ഐ മീൻ വാട്ട് ഐ സെഡ്. ദേ വിഡ്രോ യു ഇമോഷണലി ഓർ ഫിസിക്കലി, സംടൈംസ് ഇൻ ബോത്ത് കേസസ് ടു. കൺഫ്യൂസ്ഡ് ആയ, സെൽഫ് ഡൗട്ട് ആയ ഒരു ലൂപ്പിൽ കിടന്നിട്ട് കടങ്ങാൻ തുടങ്ങും. നെക്സ്റ്റ് വൺ ഇസ് ഹൂവറിങ്. ഇവിടെ നിങ്ങളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. ഇൻ ദാറ്റ് ടൈം ദേ കം ആൻഡ് ആക്ട് ലൈക്ക്, ഞാൻ ഇനി പഴയ പോലെ ആയിക്കോളാമേ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ലേ, നിന്റെ ലോകം നീയാണ്. ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന സ്നേഹവും അഫെക്ഷനൊക്കെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിക്ടിമിന് ഹാപ്പി ആവാൻ വേറെ എന്തെങ്കിലും വേണം. ആൻഡ് ദെൻ ദ സൈക്കിൾ റിപ്പീറ്റ്സ്. ട്രസ്റ്റ് മീ, ദിസ് ഇസ് നോട്ട് വാട്ട് റിയൽ ലവ് ഫീൽസ് ലൈക്ക്. റിയൽ സ്നേഹം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ പലപ്പോഴും സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. യെസ്, ഇറ്റ്സ് എ പാറ്റേൺ മൈ ഡാർലിങ്സ്, ആൻഡ് ദിസ് പാറ്റേൺ ഈസ് ഡിസൈൻഡ് ടു കീപ് യു ഇൻ ദാറ്റ് ലൂപ്പ്, that emotional trap. Radical acceptance. The turning point. ഈ ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മെസ്സേജും ഇത് തന്നെയാണ്. റാഡിക്കൽ അക്സെപ്റ്റൻസ്. That accepting the reality exactly as it is, not as you wish it was. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ മാറില്ല. അതൊരിക്കലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന രീതി തെറ്റായതുകൊണ്ടല്ല. Not because you fail, not because you are difficult to handle. They don't change. Because അവർക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടെന്നോ അവർ കാരണം ചുറ്റുള്ളവർ സഫർ ചെയ്യുന്നുണ്ടെന്നോ ഒരിക്കലും അവർ അംഗീകരിക്കില്ല. പിന്നെ എങ്ങനെയാണ് അവർ മാറുക? ബട്ട് ഹിയർ ഇസ് ദ മൊമെൻറ്റ് യുവർ ലൈഫ് ഷിഫ്റ്റ്സ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നത് വെറുതെ ആണെന്നോ ഉള്ള സത്യം നിങ്ങൾ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ യു സ്റ്റാർട്ട് ഹീലിംഗ് യുവർ സെൽഫ്. വാട്ട് ഹീലിംഗ് ആക്ച്വലി ലുക്സ് ലൈക്ക്.
ഇത്തരം റിലേഷൻഷിപ്പുള്ള ഹീലിംഗ് ഒരിക്കലും ഒരു റിവെഞ്ച് മോഡിലേക്ക് പോകരുത്, ആരെങ്കിലും പ്രൂവ് ചെയ്യലോ അല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നെയിമിങ് ദ അബ്യൂസ്, കോൾ ഇറ്റ് വാട്ട് ഇറ്റ് വാസ്. ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരു ബിഹേവിയർ പാറ്റേണിനെ ഒരു പേര് കൊടുക്കുമ്പോൾ അതെങ്ങനെ ബ്ലെയിം ചെയ്യണം എന്നുള്ള ബ്രെയിനിൻ്റെ ടെൻഡൻസി ഇല്ലാണ്ടാവും. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ബൗണ്ടറീസ് വെക്കുന്ന എന്തോ വലിയ തെറ്റാണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ. മീൻവൈൽ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് സ്ഥിരമായിട്ട് നിങ്ങളുടെ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്യുന്ന ഒരാളോട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രീവിങ് ദ ഇല്യൂഷൻ, ഈ ഒരു ഏരിയ അധികം ആൾക്കാർ സംസാരിച്ച് കേട്ടിട്ടില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരാളെ സങ്കടപ്പെടുത്തുക എന്നുള്ള അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ കണ്ട ആ പൊട്ടൻഷ്യലിനെ, ഫാൻറ്റസീനെ, തന്ന പ്രോമിസിനെ, അതിനൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് നോർമൽ. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് റീബിൽഡിങ് യുവർ ഐഡൻറ്റിറ്റി. മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ഇമോഷൻസ് ഡ്രെയിൻ ഔട്ട് ആവണ്ട എന്നറിയുന്നു തുടങ്ങിയ മുതൽ യു റീഡിസ്കവർ യുവർ സെൽഫ് and reinvent yourself, your passion, your values, your voice, your confidence and your self-worth. Moving forward with wisdom. Do you know how beautiful it is Dr. Ramani described in this book? പാറ്റേൺസിനെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളെ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്ത് തുടങ്ങും. റെഡ് ഫ്ലാഗ്സിനെ പറ്റി ബോധ്യമുള്ളവരായി തുടങ്ങും. യു ചൂസ് ഡിഫറെൻ്റ്ലി, യു ചൂസ് ബെറ്റർ ആൻഡ് ഇറ്റ് ചൂസസ് ദ റിയൽ യു. ഇതുവരെ ആരും നിങ്ങളോടിത് പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ തന്നെ പറയാൻ തോന്നണം. യുവർ പെയിൻ വാസ് റിയൽ. നിങ്ങളുടെ കൺഫ്യൂഷൻസും പെയിനും ഒക്കെ റിയലാണ്. എന്നാൽ നിങ്ങളാണ് ശരിക്കുള്ള പ്രോബ്ലം എന്ന് അവനവനെ തന്നെ പറഞ്ഞ് പറ്റിച്ച കഥ മാത്രം സത്യമല്ല. ഇറ്റ്സ് നോട്ട് യു, ഇറ്റ്സ് ദ പാറ്റേൺ. ഫൈനലി ആ പാറ്റേൺ എങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചു. ആൻഡ് യു ജസ്റ്റ് ടെൽ മീ വാട്ട് യു വാണ്ട് നെക്സ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ഹിയർ. ബൈ ബൈ.